ചിലപ്പോൾ തോട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വാക്കാവാം, ഒരു ഇൻസിഡന്റ് ആവാം, അല്ലെങ്കിൽ ഒരു ഇമാജിനേഷൻ ആവാം, ഫാന്റസി ആവാം. അതിൽ നിന്നാണ് ഒരു കഥയിലേക്ക് കൺവേർട്ട് ആവുന്നത്. ഇപ്പൊ ഡോസ് ഒരു സ്ലോ ബേൺ ത്രില്ലർ ആണ്. ശരിക്കും ഒരു പൂർണ്ണമായിട്ട് ഞാൻ പറയുന്നത് ഒരു സ്ലോ ബേൺ അങ്ങനെ അല്ല. അത് പതുക്കെ പതുക്കെ ആവുന്നതിന്റെ ഒരു മൂഡ്. പക്ഷെ നമ്മൾ ഒരിക്കലും അങ്ങനെ അങ്ങനെ പടമേ ആയിരിക്കില്ല കേട്ടോ. അത് ഞാൻ പറയുകയാണ്. കാരണം അത് സ്ലോ എന്ന് ഉദ്ദേശിച്ച പേസ് അല്ല കേട്ടോ. അതെ. എവിടെ നിന്നായിരുന്നു ഈ ഡോസിലേക്കുള്ള സീഡ്? എവിടെ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പണ്ട് പറയും, ഈ വലിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ മോട്ടിവേറ്റ് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കൾ പറയും ഇതെന്തോ നല്ലതിനാണ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സിറ്റുവേഷനിൽ നിന്നാണ് തുടങ്ങുന്നത്. അതായത് എൻ്റെ അമ്മയ്ക്ക് 2019 അമ്മ ക്രിട്ടിക്കലായി ഒരു കൊച്ച് എറണാകുളത്ത് തന്നെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഒരു മാസക്കാലം അഡ്മിറ്റ് ആയിരുന്നു. അപ്പൊ ഈ ആദ്യ സമയങ്ങളിലെ പ്രശ്നങ്ങളൊക്കെ തീർന്ന് ഓക്കെ ആയി തുടങ്ങിയ സമയം ഞാൻ അവിടെ ബൈസ്റ്റാൻഡറായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ഞാൻ അന്യഭാഷാ സിനിമകൾ കണ്ട സമയം കൂടിയാണ്. കാരണം എനിക്ക് ഒരുപാട് സമയമുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും. അപ്പോൾ നടക്കുന്ന സമയത്ത് ഉണ്ടായ ആ സമയത്ത് ഈ ഹോസ്പിറ്റലിൽ സാധാരണ നമ്മൾ ചിന്തിക്കുമല്ലോ, ഈ ബാർബർ ഷോപ്പിൽ പോയിരിക്കുമ്പം എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഇവര് കത്തി വെക്കുന്ന സമയത്ത് ഇവിടെ എത്തുമ്പോൾ ഷേവ് ചെയ്യുമ്പോൾ ഇവിടെ എത്തുമ്പോൾ ഒരു ഭയം വരും. ഇപ്പോഴും വരാറുണ്ട് ആ ഭയം. എന്ന് പറയുന്ന പോലെ നമ്മൾ ഈ ഹോസ്പിറ്റലിൽ ചെന്ന് നിൽക്കുമ്പോൾ അവിടെ ഒരുപാട് ആളുകളുണ്ട്. സെക്യൂരിറ്റി മുതൽ നേഴ്സുമാരുണ്ട്, പല പല ആളുകളുണ്ട്. അപ്പോൾ ഇവർക്ക് നമുക്ക് ആർക്കെങ്കിലും ഒരു തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ കോർപ്പറേറ്റിന് തോന്നുവാണ് തെറ്റായിട്ടൊരു സാധനം ജനങ്ങളിലേക്ക് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം തോന്നിക്കഴിഞ്ഞാൽ അത് നമ്മളെ ബാധിക്കും. അപ്പൊ അങ്ങനെ ഒരു ചിന്ത തുടങ്ങി. എന്നിട്ട് ലോകത്തിൽ നടന്നിട്ടുള്ള പല മെഡിക്കൽ ക്രൈമുകൾ എന്തൊക്കെയാണെന്ന് റിസർച്ച് ചെയ്തു. അങ്ങനെ അവിടെ നിന്നും പതുക്കെ പതുക്കെ കഥ രൂപപ്പെട്ട് അങ്ങനെയാണ് ഒരു ഫൈനൽ ഇതിലേക്ക് അവിടെയാണ് തുടങ്ങിയത്. ഹലോ.